അസ്സലാമലൈക്കും. ഇന്നൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് കൊയിലോൺ ഫ്രൈഡ് ചിക്കൻ എന്നാണ് ഇതിന് പറയുക, അല്ലെങ്കിൽ QFC എന്നുള്ളത്. ഷെഫ് പിള്ളയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. QFC ഉണ്ടാക്കാനായിട്ട് നോർമലി ലെഗ് പീസ് അല്ലെങ്കിൽ ഡ്രം സ്റ്റിക്കാണ് നമ്മൾ ചിക്കൻ്റെ എടുക്കാറ്. പക്ഷെ ഞാനിതിൽ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫുൾ ചിക്കൻ എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി മീഡിയം സൈസ്ഡാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. കട്ട് ചെയ്ത് വെച്ച ചിക്കനിലോട്ട് 2 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് 2-3 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 80% വേവുന്നത് വരെ, അല്ലെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം വേവ് എത്തുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കുക. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ അത് പൊരിച്ചെടുക്കാനുള്ള ഒരു ബാറ്റർ നമുക്കിനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരച്ചത് 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കോഴിമുട്ട ഫുള്ള് പൊട്ടിച്ച് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ എടുത്ത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ലൂസ് ബാറ്റർ ആക്കി എടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലോട്ട് നമ്മളുടെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കനെല്ലാം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഈ ചിക്കൻ മാറ്റി വെച്ച് കൊടുക്കാം. ചിക്കനെല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന മാവ് നമുക്ക് ഈ ഓയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. നല്ലോണം ക്രിസ്പി ആവുന്നത് വരെ പൊരിച്ചെടുക്കാം. ഷെഫ് പിള്ളയുടെ വീഡിയോയിൽ ആൾ പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പാട്ടാണിത്. നല്ലൊരു ടേസ്റ്റ് അത്രയും പൊരിച്ചെടുത്താൽ നമ്മുടെ ഈ മാവിന് ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാ ബാറ്ററും നമ്മളിതുപോലെ പൊരിച്ചെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലോട്ട് ഈ ക്രിസ്പി ആയിട്ടുള്ള മാവ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 5 വെളുത്തുള്ളി നല്ലോണം ചതച്ചെടുത്തിട്ട് ഓയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഒരു പിടിയോളം വേപ്പിൻ്റെ ഇലയും കൂടെ നമ്മളിതിലോട്ട് ആഡ് ചെയ്തിട്ട് അതും നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. പൊരിച്ച ചിക്കൻ്റെ മുകളിലോട്ട് ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൊയിലോൺ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഞാനിത് ടിക്ടോക്കിലും കണ്ടാണ് ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി. ആൾ നല്ല അടിപൊളിയായിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൂടെ നിങ്ങൾക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ. സീ യു ലേറ്റർ.